ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണനാണ് മരിച്ചത്. വൈകിട്ട് 5:30 സംഭവം ഉണ്ടായത്. ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, ഈ പ്രകൃതിക്ഷോഭം, പകർച്ചവ്യാധി, ഇതിനൊക്കെ ഇടയിൽ ഇതൊന്നിനൊക്കെ അപ്പുറത്തേക്ക് എപ്പോഴും നമുക്കൊരു മാറ്റവുമില്ലാതെ തുടരുന്നതാണ് വന്യജീവികളുടെ ആക്രമണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കാട്ടാനയുടേത്. ഇതെപ്പോഴാണ് ആക്രമണം ഉണ്ടായത്? എവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്? എപ്പോഴാണ്? അക്ഷയ, വൈകിട്ട് 5:30 ഈ സംഭവം ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ 301 കോളനിയുടെ ഭാഗത്തായി 13 ആനകൾ കൂട്ടമായി എത്തിയിരുന്നു. അത് കൃഷി നശിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ കർഷകർ നമ്മളെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ടാങ്കുകുടി സ്വദേശിയായിട്ടുള്ള കണ്ണൻ എന്ന് പറയുന്ന ആൾ, 47 വയസ്സാണ് അദ്ദേഹം. സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പരിക്കേറ്റ ഇദ്ദേഹവുമായി പ്രദേശവാസികൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് തിരിച്ചിരുന്നു. പക്ഷേ യാത്രാമധ്യേ ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ വർഷം ആരംഭിച്ചതിന് ശേഷം 6-മത്തെയോ 7-മത്തെയോ മരണമാണ് പ്രത്യേകിച്ച് കാട്ടാനയുടെ ആക്രമണം മൂലമുണ്ടാകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഏതാണ്ട് 50ഓളം പേർ ചിന്നക്കനാലിൽ മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധി എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.